So guys, welcome to the stream. നമ്മുടെ LOBയുടെ കസ്റ്റം റൂം മാച്ചാണ് നമ്മളിന്ന് സ്പെക്ക് ചെയ്യാൻ പോകുന്നത്. സോ എന്താണെന്ന് അറിഞ്ഞൂടാ, ബഗ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമുക്ക് ലോഡിങ് ഇതുവരെ ആയിട്ടില്ല. അതിനിടയ്ക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടായിരുന്നു. ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ശരിയായി വന്നിട്ടുണ്ട്. കട്ടശകം ഫ്ലൈറ്റിൻ്റെ ഭാഗത്തൊന്നും കാണിക്കുന്നില്ല. ഫ്ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ കാണിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊമോസ്ക് കോറിയുടെ ഇടയിൽ കൂടെ നമ്മുടെ മിൽട്ട പവർ വരെ പോകുന്ന റൂട്ടാണ്. നമുക്ക് ടീമുകളൊക്കെ ചാടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമുകളുടെ പേരൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ സ്പെക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ബ്ലൈൻഡ് മിക്സ്ഡ് ആയിട്ടുള്ള ടീമാണ്. സോ അവർ ചാടുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടീം നമ്പർ 2 ആണ് അവരുള്ളത്. സോ അവർ ചാടുന്ന പോച്ചിങ്ങിലേക്കാണ്. പോച്ചിങ്ങിലേക്ക് കുറേ ടീമുകൾ ചാടുന്നുണ്ട്. നമുക്ക് പോച്ചിങ്ങിലേക്ക് ചാടുന്ന ടീമുകളെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. ടീം നമ്പർ 2 അതുപോലെ തന്നെ ടീം നമ്പർ 5, 11 അതുപോലെ തന്നെ ടീം നമ്പർ 15, 16, 24 ഒക്കെയാണ് നമ്മുടെ പോച്ചിങ്ങിലേക്ക് ചാടുന്നത്. സോ പ്ലേയേഴ്സൊക്കെ പോച്ചിങ്ങിലേക്ക് ചാടുന്നുണ്ട്. ഏതാണ്ട് 1, 2, 3, 4, 5 ടീമുകളോളം പോച്ചിങ്ങിൽ ചാടാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടീം നമ്പർ 2 ടീം നമ്പർ 2 ബ്ലൈൻഡ് സിയൂസ്, റിബൽ അതുപോലെ തന്നെ ഗ്രിസ്ലി OP അതുപോലെ തന്നെ KWൻ്റെ ഹെപ്പാരോ 4 പ്ലേയേഴ്സ് സെറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. സോ അതേസമയത്ത് നമുക്ക് തിരിച്ച് സൈക്കോ ബ്ലൈൻഡ് ടീം ബ്ലൈൻഡിൻ്റെ മെയിൻ ലൈനപ്പ് ഇവിടെ തന്നെ ഉണ്ട്. ബ്ലൈൻഡിൻ്റെ സൈക്കോ അതുപോലെ എവോസ് അതുപോലെ തന്നെ വില്യംസ് മൂസാണുള്ളത്. സോ TOG ടീമുണ്ട് ഇവിടെ. TOGക്കാണെങ്കിൽ 4 പ്ലേയേഴ്സ് ഉണ്ട്. ഫിഷ് അതുപോലെ തന്നെ സിയോസ്, ഗ്രൂട്ട് അതുപോലെ തന്നെ റയാൻ ലിറ്റ്സ് ആണുള്ളത്. സോ ഇവിടെ അടികൾ പുരോഗമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പോച്ചിങ്ങിലാണ്. പോച്ചിങ്ങിൽ ടീം നമ്പർ 11, ടീം നമ്പർ 24, ടീം നമ്പർ 2 അതുപോലെ തന്നെ ടീം നമ്പർ 10, ടീം നമ്പർ 5 ആണുള്ളത്. സോ ടീം നമ്പർ 5 ഒരു പ്ലെയറേ ഉള്ളൂ, റഹൂഫ് ആണുള്ളത്. സോ ഇവിടെ നമുക്ക് ബ്ലൈൻഡ് വേഴ്സസ് ടീം നമ്പർ 11 നടക്കാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മുടെ ബ്ലൈൻഡ് വേഴ്സസ് ബ്ലൈൻഡ് നടക്കാൻ സാധ്യതയുണ്ട്. എവോ ബ്ലൈൻഡിനെ മിക്കവാറും എനിക്ക് തോന്നുന്നു ടീം നമ്പർ 2 എവോസിൻ്റെ എവോസിനെ മിക്കവാറും ടീം നമ്പർ 2 കാണാൻ സാധ്യതയുണ്ട്. 1xൻ്റെ ഒരു പ്ലെയർ, പുള്ളി എന്താണ് ഇത് കാണിക്കുന്നത്? പുള്ളി ചാടി ഇറങ്ങിയ വണ്ടിയിലാണ് വന്നതെന്ന് തോന്നുന്നു. സോ സൈക്കോ ബ്ലൈൻഡ് ഉണ്ട്, അതുപോലെ എവോസ് ബ്ലൈൻഡാണ് പുള്ളിയുടെ അടുത്തുള്ളത്. DXൻ്റെ ഒരു പ്ലെയറാണ് വന്നത് കയറിയത്. സോഗിൻ്റെ 2 പ്ലേയേഴ്സോട് ഇവിടെ കയറി വന്നിട്ടുണ്ട്. DXൻ്റെ ഒരു പ്ലെയറിനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി അടിച്ച് ഓൾമോസ്റ്റ് 1 HP ആക്കിയിട്ടുണ്ട്. ബ്ലൈൻഡ് ടീമാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെസിൻ്റെ NCOP ഇതിനിടയ്ക്ക് DYBയുടെ ഷാർക്ക് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ നോക്ക് ചെയ്യുന്നുണ്ട്. DYയുടെ ബ്ലൂ ഷാർക്കിനെയാണ് നോക്കിയതേക്കുന്നത്. സോ DMR DX എൻ്റെ പൊന്നെ നൈസായിട്ട് ബാക്കുകൾ കയറി വന്ന് സൈക്കോ ബ്ലൈൻഡാണ് നോക്കിയതേക്കുന്നത്. സോ നമ്മുടെ ഇവിടെ മുസ്സും എവോസും എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. സോ നമ്മൾ ആ പുള്ളിയുടെ കില്ല് നൈസായിട്ട് അവർ എടുക്കാൻ നോക്കുന്നുണ്ട്. സോ മുസ് കയറിയിട്ട് DMRൻ്റെ കില്ല് എടുത്തിട്ടുണ്ട്. സോ അതേസമയത്ത് TOG ഇവിടെ കിടന്നടിക്കുന്നുണ്ട്. TOG പ്ലേയേഴ്സ് അടിക്കുന്ന ആരെയാണ് നോക്കാം. സോ ഓഗിനാണെങ്കിൽ ഒറ്റ പ്ലെയർ മാത്രം, റഹൂഫ് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. സ്പാർക്കിലാണെങ്കിൽ മേലുണ്ട്. സ്പാർക്കിളിനെയാണ് TOG അടിച്ചുകൊണ്ടിരുന്നത്. സോ സ്പാർക്കിളിൻ്റെ ഹെൽത്ത് വളരെ കുറവാണ്. നമുക്ക് തിരിച്ച് റഹൂവിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. റഹൂവിലേക്ക് പോകുമ്പോൾ റഹൂ ഇവിടെ നൈസായിട്ട് ഷോട്ട് ഗണ്ണും പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇടയിൽ ഒരു ഷോട്ട് ഗണ്ണും പിന്നെ അതുപോലെ തന്നെ ക്രോസ് ബോയാണ് ഇരിക്കുന്നത്. പുള്ളി ഇവിടെ കയറി ഷോട്ട് ഗണ്ണായിട്ട് അടിക്കാൻ നോക്കി. ഉന്നം പാളി കയറി വന്നു, തിരിച്ചടിക്കാൻ നോക്കി. പുള്ളി താഴെ ചാടുന്നുണ്ട്. സോ റഹൂഫ് വേഴ്സസ് ടീം നമ്പർ 11 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ റഹൂവും നൈസായിട്ട് ബാക്ക് വരിഞ്ഞ് കവറൊക്കെ എടുത്ത് ഇപ്പോൾ അതേസമയത്ത് ടീം നമ്പർ 11 നമ്മുടെ എവോ ടീമാണെന്ന് തോന്നുന്നു. അതേസമയത്ത് കയറി വന്നു, അടിച്ചു 1 HP ആക്കിയിട്ടുണ്ട്. റഹൂവിൻ്റെ കീഴിൽ എടുത്തിട്ടുണ്ട്. സോ റഹൂവിനൊക്കെ എടുത്തിട്ടുണ്ട്. ഷോൺ വൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. സോ റഹൂ അവിടെ തീരുകയാണ്. ഇനി സ്പാർക്കിൾ മാത്രമായിട്ട് പറയണം ആ ടീമിന്. ടീം നമ്പർ 24 നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ടീം നമ്പർ 24 ബ്ലൈൻഡ് ടീമാണ്. ബ്ലൈൻഡ് ആണെങ്കിൽ എവോസിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇവരോട് അടിക്കാൻ നോക്കുന്നത് KW ഹെപ്പാരെ കണ്ടു. ഹെപ്പാരെ അടിച്ച് ഹെപ്പാരെ നോക്കിയത് ബ്ലൈൻഡിൻ്റെ എവോസാണ് നോക്കിയത്. തിരിച്ച് ബ്ലൈൻഡ് റിബൽ എവോസിനെ നോക്കിയത്. സോ ബ്ലൈൻഡ് അടിയാണ് നടന്നിരിക്കുന്നത്. സോ ബ്ലൈൻഡ് മെയിൻ ടീം നമ്പർ 24 ബ്ലൈൻഡ് അതുപോലെ തന്നെ ടീം നമ്പർ 2 ബ്ലൈൻഡ് 2 പ്ലേയേഴ്സ് ഉണ്ട്. സോ ബ്ലൈൻഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് KW വില്ലി ഇതിനിടയ്ക്ക് ST6ൻ്റെ പ്ലേയേഴ്സിനെ അടിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ സിനിൻ്റെ അവിടെ അടി കാണിക്കുന്നുണ്ട്. അവിടെയും പോകേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് സിനിൻ്റെ അവിടെ പോയിട്ട് സോ സിൻ നമ്പർ 70 ആണ് വരുന്നത്. KWൻ്റെ ആര്യ സ്റ്റാർക്കിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യ സ്റ്റാർക്കും വില്ലിയാണുള്ളത്. ടീം നമ്പർ 1 ആണെങ്കിൽ AMTയുടെ സാമൊറ്റയ്ക്ക് കയറി വന്നിട്ട് സോ ടീം നമ്പർ 70 ഉണ്ടായിരുന്ന പ്ലേയേഴ്സിനെ തീർത്തിട്ടുണ്ട്. ആര്യ സ്റ്റാർക്കിനെ അതുപോലെ തന്നെ വില്ലിയായിരുന്നു KWൻ്റെ 2 പ്ലേയേഴ്സ് ആയിരുന്നുള്ളത്. സോ അവരെ തീർത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തേക്ക് പോയിട്ട് ടീം നമ്പർ 24 ടീം നമ്പർ 2 അതുപോലെ തന്നെ 11 അതുപോലെ തന്നെ 16 ആണുള്ളത്. സോ കിങ് ഷാഡ് ഇതിനിടയ്ക്ക് DPXൻ്റെ മാക്സിമം നോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് പോകാം. സോ ഏസ് ടീമിൻ്റെ അവിടെ അടി കാണിക്കുന്നുണ്ട്. ടീം നമ്പർ 21 വേഴ്സസ് ടീം നമ്പർ 4 ആണ് നടക്കാൻ സാധ്യത. LOB വേഴ്സസ് എയ്സ് ആണ് നടക്കാൻ സാധ്യത. എയ്സിനാണെങ്കിൽ ഭഗത്ത്, സെപ്പേർ, മൊമോ അതുപോലെ തന്നെ നിഞ്ച ഉണ്ട്. LOBക്ക് ഷാജി, ജാങ്കോ, വോൾഫ് അതുപോലെ തന്നെ വെക്സ്റ്റൺ ഉള്ളത്. DPX ഇതിനിടയ്ക്ക് ഡെവിളിനെ വീണ്ടും നോക്ക് ചെയ്യുന്നുണ്ട്. DPXൻ്റെ പ്ലേയേഴ്സ്. സോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് DPXൻ്റെ അടുത്തേക്ക് പോയിട്ട് AD കൊച്ചി ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. സോ DPXൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ DPXൻ്റെ വേഴ്സസ്
ടീം നമ്പർ 6 ആണ്. ടീം നമ്പർ 6 ആണെങ്കിൽ നെമസിസിൻ്റെ സൂപ്പർമാൻ, അതുപോലെ ബ്രദേഴ്സിന് അവൻ്റെ മൊഞ്ചനാണുള്ളത്. LSC ക്യാപ്റ്റൻ പൊളി കമൻട്രി പറയുന്നുണ്ട്. പിന്നെ അല്ല, താങ്ക് യു ബ്രോ, വെൽക്കം ടു സ്ട്രീം. സോ മോനെ ഇവിടെ നിന്നിട്ട് നൈസായിട്ട് ഗ്രാനൈഡ് ഇടാൻ നോക്കിയാൽ പുള്ളിയെ നൈസായിട്ട് നെമസിസിൻ്റെ സൂപ്പർമാനാണ് നോക്കിയിരിക്കുന്നത്. സോ നെമസിസിൻ്റെ സൂപ്പർമാൻ മാത്രമായിട്ട് മാറുന്നുണ്ട്. സൂപ്പർമാൻ DPXൻ്റെ പ്ലേയേഴ്സ് റിവൈവ് ചെയ്യാൻ പോകുന്നുണ്ട്, അവരെ അടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഫിഷ് ഇതിനിടയ്ക്ക് നമ്മുടെ നിഞ്ച OPയെ നോക്ക് ചെയ്ത് കില്ലെടുത്തിട്ടുണ്ട്. സോ അത് പോച്ചിങ്ങിലാണ് വഴിയാട് നടന്നിരിക്കുന്നത്. സോ ഇവിടെ റിവൈവിങ് നടക്കുന്നുണ്ട്. സോ 1 vs 4 സിറ്റുവേഷൻ ഇവിടെ നടക്കാൻ സാധ്യത. അതേസമയത്ത് TOGയുടെ അവിടെ ഐസ് സെപ്പിയർ LOBയുടെ ജാങ്കോയെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ ടീമുകൾ കയറി വരുമ്പോൾ നമ്മുടെ സൂപ്പർമാൻ ഇവിടെ നിന്നിട്ട് അടിക്കാൻ നോക്കി. അതേസമയത്ത് സൂപ്പർമാനെ തീർത്തിട്ടുണ്ട്. TPX ടീമാണ് തീർത്തേക്കുന്നത്. സോ നമുക്കിനി തിരിച്ച് നമ്മുടെ പോച്ചിങ്ങിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പോച്ചിങ്ങിലേക്ക് പോയിട്ട് വരുമ്പോൾ ടീം നമ്പർ 16 അണിച്ചത്. ടീം നമ്പർ 16 TOG ടീമാണ്. TOGക്ക് ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ ഫെസേഗസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂട്ട് ഉണ്ട്, റയാൻ ലൂയിസ് ഉണ്ട്. സോ 4 പ്ലേയേഴ്സാണ് TOGക്ക് സെറ്റായിട്ട് നിൽക്കുന്നത്. അതേസമയത്ത് ടീം നമ്പർ 2 പ്ലേയേഴ്സ് ഉണ്ട്. ACE ടീം versus LOB ടീം നടക്കുന്നുണ്ട്. LOB അടുത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ LOB ടീം versus ACE ടീമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. LOB പ്രസിനാം റാംബോ ഇതിനിടയ്ക്ക് കാറിൻ്റെ ഒരു പ്ലെയറിനെ നോക്ക് ചെയ്യുന്നുണ്ട്. LOBയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് LOBയുടെ അവിടെ അടിയടിക്കുന്നുണ്ടായിരുന്നു. സോ LOBയിലേക്ക് പോകുമ്പോൾ LOBക്ക് ഫ്ലാഷ്, ഗോഡ്, കിഡ് OP, അതുപോലെ തന്നെ സ്റ്റാർക്കാണുള്ളത്. സോ ഈ LOB അല്ല, ടീം നമ്പർ 2 ആയിരുന്നു തോന്നുന്നു. അവരുടെ അടുത്താണ് അടി കാണിച്ചതെന്ന് തോന്നുന്നു. ഇവരുടെ അടുത്ത് വേറെ ആരും കാണിക്കുന്നില്ല. സോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ടീം നമ്പർ 2 LOB ടീം ഉണ്ടായിരുന്നു. 2 അല്ലായിരുന്നു, 4 ആയിരുന്നു. അതിൽ ഒരു പ്ലെയർ വെക്സെൻഡോ ആണ് തീർന്നേക്കുന്നത്. സോ ഷാജി മാത്രമായിട്ട് മാറുന്നുണ്ട്. അവർക്ക് ജാങ്കോയും വോൾഫ് നോക്കായിട്ട് നടക്കുകയാണ്. ടീം നമ്പർ 21 ആണ് അവർക്ക് ഓപ്പോസിറ്റ് ഉള്ളത്. ടീം നമ്പർ 21 ഏത് പ്ലെയറാണ്, ഏത് ടീമാണ് നോക്കാം. ഏസ് ടീമാണ്. ഏസിന് പകുതി സെപ്പേർ, അതുപോലെ തന്നെ മൊമോ, അതുപോലെ നിഞ്ചയാണുള്ളത്. മിലിറ്ററി ബേസിലാണ് അടിയിരിക്കുന്നത്. കേരളത്തിൽ വൂൾഫിൻ്റെ കില്ല് എടുത്തിട്ടുണ്ട് നൈസായിട്ട്. സോ ഇനി LOBക്ക് ഷാജി മാത്രമായിട്ട് മാറുന്നുണ്ട്. സിൻഡസ് കാളിനെ EMTയുടെ സാമ് നോക്കി ചെയ്യുന്നുണ്ട്. ബ്രസിനം കാസ് ചെയ്തിടയ്ക്ക് BX മാഡിനെ നോക്കിയുന്നുണ്ട്. സോ ഏസിൻ്റെ മൊമോയെ കണ്ടു അടിക്കുന്നില്ല. ഷാജി മാത്രമായിട്ട് പറയുകയാണ്. ടീം നമ്പർ 4 അടുത്ത ബ്രസിനം ടീമിൻ്റെ അടിയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ബ്രസിനം ടീം വേഴ്സസ് എവിടെയാണെന്ന് കാണിക്കുന്നില്ല. ടീം നമ്പർ 22 ആണെന്ന് തോന്നുന്നു. സോ ടീം നമ്പർ 22 അടുത്തേക്ക് പോകുമ്പോൾ ടീം നമ്പർ 22 വേഴ്സസ് അസാസിൻ ടീമാണ്. TAC ടീം വേഴ്സസ് ആണ് അറിയാവുന്നോണ്ടിരിക്കുന്നത്. ടീം നമ്പർ 9 ആണെങ്കിൽ അസാസിൻ്റെ കാഫ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രന്നിഞ്ച 0 എന്ന് പറഞ്ഞൊരു പ്ലെയറും ഉണ്ട്. സോ അവർ 2 പ്ലേയേഴ്സാണ് അവർക്കുള്ളത്. സോ ഒരു പ്ലെയർ നോക്കാണ്. അസാസിൻ്റെ കാഫ് മാത്രമായിട്ട് മാറുന്നുണ്ട്. പുള്ളി ഇവിടെ നമ്മുടെ മാൻഷൻ സൈഡിലാണ് നിൽക്കുന്നത്. പുള്ളിയുടെ ഒരു ഷോട്ട് ഗണ്ണും മാത്രമാണ് ആക്ച്വലി. സോ പുള്ളി ഒറ്റയ്ക്ക് ഒരു ഷോട്ട് ഗണ്ണും പിടിച്ചിട്ട് വീടിൻ്റെ മണ്ട കയറാൻ പോകുന്നുണ്ട്. വേറെ അടികൾ നടക്കുന്നുണ്ട്. ടീം നമ്പർ 24 അടുത്ത് അടി നടക്കുന്നുണ്ട്. ഡസ്റ്റ്ബിൻ്റെ അവിടെ അടി കാണിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. TOGയുടെ സിയോസ് ലെവൽ അൾട്രോൺ OPയെ നോക്കി ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഏസിൻ്റെ LOBയുടെ ഷാജിയെ കില്ലെടുത്തിട്ടുണ്ട്. സോ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, ഷാജിയെ തീർത്തിട്ടുണ്ട്. സോ ടീം നമ്പർ 4 ഉണ്ടായിരുന്നു. LOB ടീം അവിടെ വൈപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേസമയത്ത് ഇങ്ങോട്ട് കയറി പുഷ് വരികയാണ് നമ്മുടെ ടീം നമ്പർ 22 ആണ്. ടീം നമ്പർ 8 അടുത്തേക്ക് പുള്ളി കയറി വന്ന് അടിക്കാൻ നോക്കി, പക്ഷേ നൈസായിട്ട് കയറി അടിച്ചോ, തീർത്തിട്ടുണ്ട്. TSയുടെ ബാറ്ററി ആണെന്ന് തോന്നുന്നു. TSയുടെ ബാറ്ററിയാണ് അസാസിൻ്റെ കോഫിൻ്റെ കില്ലെടുത്തിട്ടുള്ളത്. സോ ആ ടീം അവിടെ വൈപ്പാവുന്നുണ്ട്. ടീം നമ്പർ 24 ബ്ലൈൻഡ് ടീമിൻ്റെ അവിടെ അടി കാണിക്കുന്നുണ്ട്. ബ്ലൈൻഡ് അടുത്തേക്ക് പോകണം. TOG വേഴ്സസ് ബ്ലൈൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. TOGക്കാണെങ്കിൽ 4 പ്ലേയേഴ്സ് സെറ്റായിട്ട് പോകുന്നത്. ബ്രദേഴ്സിന് കാസ് ചെയ്തിടയ്ക്ക് കാറിൻ്റെ പ്ലെയറിനെ നോക്കുന്നുണ്ട്. സൈക്കോ ബ്ലൈൻഡ് ഇതിനൊക്കെ നോക്കായിട്ട് കിടക്കുകയാണ്. TOGയുടെ ഫിഷിൻ്റെ അടുത്തേക്ക് ഒരു ഗ്രാനേഡ് വാരി എറിയുന്നുണ്ട്. ബ്ലൈൻഡ് വില്യംസ് ആണ് നോക്കി ഗ്രാനേഡ് വാരി എറിയുന്നത്. സോ ഫിഷ് അവിടെ നിൽക്കുകയാണ്. സോ ഗ്രാനേഡുകൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. TOGക്കാണെങ്കിൽ 4 പ്ലേയേഴ്സ്, റയൻ ലൂയിസ്, അതുപോലെ ഫെസേഗസ്, അതുപോലെ തന്നെ ഗ്രൂട്ടാണുള്ളത്. സൈക്കോ ബ്ലൈൻഡ് റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ട്. സൈക്കോ ബ്ലൈൻഡും അപ്പോൾ ഹെൽത്ത് എടുത്ത് സെറ്റ് ആവുന്നുണ്ട്. സോ നമുക്ക് ബ്ലൈൻഡ് അപ്പെക്സ് OP എടുത്തൊക്കെ അടി നടക്കുന്നുണ്ട്. ടീം നമ്പർ 10 അവിടെ അടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡസ്റ്റീമിൻ്റെ അവിടെ അടി കാണിച്ചത് കുറേ നേരം അവിടെ അടി കാണിച്ചിട്ടുണ്ട്. അവിടെ ഫ്ലെയർ ഒക്കെ പൊട്ടിച്ചിട്ടാണ് നിൽക്കുന്നത്. ടീം നമ്പർ 10 അതുപോലെ തന്നെ ബ്ലൈൻഡ് ടീമുണ്ട്. അതുപോലെ തന്നെ സോ ബ്ലൈൻഡിൻ്റെ ടാർബോങ്ങിലാണ് നോക്കിയിട്ടുണ്ട്. ടാർബോങ് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ടീം നമ്പർ 3 അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ടീം നമ്പർ 3 ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ ഉണ്ടായിരുന്ന ഒരു ടീമിനെ തീർത്തിട്ടുണ്ട്. അതേസമയം ഡസ്റ്റീമാണ് ഇവിടെ. ഡസ്റ്റിനാണ് ആൻസി ഉണ്ട്, അതുപോലെ AK ഉണ്ട്, അതുപോലെ തന്നെ 968 MS ഉണ്ട്, അതുപോലെ തന്നെ എപ്പിക്കാണുള്ളത്. സോ ഓപ്പോസിറ്റുള്ള ബ്ലൈൻഡ് ടീമാണ്. ബ്ലൈൻഡിൻ്റെ അപ്പെക്സും ടർബോങ്ങും അതുപോലെ തന്നെ UWFിൻ്റെ മങ്കാത്തയും എക്സിൻ്റെ ഗ്യാസ്ലിയാണുള്ളത്. സോ ഇവിടെ എന്നിട്ട് ആൻസി നൈസായിട്ട് അടിച്ചു. ആൻസി നോക്കി ചെയ്തിട്ടുണ്ട്. UWFിൻ്റെ മങ്കാത്തയാണ് നോക്കി ചെയ്തിരിക്കുന്നത്. ആൻസി കവർ എടുത്തിട്ട് മെഡിക്കറ്റ് എടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഇപ്പോൾ ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോവലാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 3 4 പ്ലേയേഴ്സാണ് സെറ്റ് ആയിട്ടിരിക്കുന്നത്. ഒരു പ്ലെയർ നോക്കായിരുന്നു. സോ പുള്ളി റിവൈവ് ചെയ്തിരിക്കുന്നു തോന്നുന്നു. ഡെസിൻ്റെ ആൻസിയും സോണി, അതായത് നമ്മുടെ വെയർഹൗസിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നെക്സസിൻ്റെ അവിടെ അടി കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും പോയിട്ടുണ്ട്. അതേ സമയത്ത് ഇവിടെ 2 ടീമുകളാണുള്ളത്. ടീം നമ്പർ 3 വേഴ്സസ് ടീം നമ്പർ 10 ആണുള്ളത്. ഡസ്റ്റീം വേഴ്സസ് മാൽബ്രോ ടീമിൻ്റെ അവിടെ അടി കാണിക്കുന്നത്. മാൽബ്രോ വേഴ്സസ് നെക്സസ് ആണ് നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയിട്ട് മാൽബ്രോ നെക്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ മാൽബ്രോൻ്റെ അസോസിന് ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. നെക്സസിനാണെങ്കിൽ പ്ലേയേഴ്സൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. നോക്കായിട്ട് പ്ലേയേഴ്സ് കിടപ്പുണ്ട്. നെക്സസിന് നസീഫ് മാത്രമായിട്ട് മാറുന്നുണ്ടോ? നസീഫും ബാദ്ഷയും മാത്രമായിട്ട് മാറുന്നുണ്ട്. മാൽബ്രോ ടീമാണ് അവർക്ക് ഓപ്പോസിറ്റ് കയറി വന്നിരിക്കുന്നത്. നസീഫ് കയറി ചെല്ലാൻ നോക്കുന്നുണ്ട്. സോ അവിടെ നിന്നുണ്ടായിരുന്ന ടീമേറ്റ്സിൻ്റെ കില്ലൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അതേസമയത്ത് സോ റൈറ്റിൽ നിന്ന് വേറെ അടികൾ വരുന്നത് മാൽബ്രോയുടെ ചാർജിൻ്റെ വകയാണ് അടി വന്നുകൊണ്ടിരിക്കുന്നത്. നസീഫ് പെട്ടുപോയ അവസ്ഥയാണ്. നസീഫിനാണെങ്കിൽ ബാദ്ഷയുണ്ട്. ബാദ്ഷ കവർ എടുത്ത് വരുന്നുണ്ട്. നെക്സസിൻ്റെ ബീസിനെ
അടുത്ത് വന്നിട്ട് പുള്ളിയുടെ റിവൈവിങ് ചെയ്യുന്നുണ്ട്. നെക്സസിന് ബീസ്റ്റ് ടീം നമ്പർ 14 നിന്നത്. സോ മാൽബ്രോയിൽ അസാസി നോക്കാണ്. മാൽബ്രോയ്ക്കാണെങ്കിൽ ചാർസി മാത്രമായിട്ട് മാറുന്നുണ്ടോ നോക്കണം. സോ മാൽബ്രോയിലേക്ക് പോകുമ്പോൾ മാൽബ്രോയ്ക്ക് ചാർസിയും അതുപോലെ തന്നെ ഹാർഷും ഉണ്ട്. അതേസമയത്ത് ഒരു ഗ്രാനേഡ് വന്ന് വീണു. ഗ്രാനേഡ് റിസൾട്ട് ഉണ്ടാക്കി ബാദ്ഷ നോക്കാണ്. സോ ഇനി നസീഫ് മാത്രമായിട്ട് മാറുന്നുണ്ട്. നസീഫിലേക്ക് നമുക്കൊന്ന് പോയിട്ട് നസീഫ് ഇവിടെ കവർ എത്തിക്കുകയാണ്. അതേസമയത്ത് രണ്ട് ടീമുകളാണ് രണ്ട് പ്ലേസാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. സോ 2 പേര് കയറി അടിച്ചു, 2 പേരടിച്ചു. അവസാനം നമ്മുടെ ചാർസിയാണ്. സോ ബാദ്ഷയുടെ കില്ലെടുത്തേക്കുന്നത് തോന്നുന്നല്ല, അതെ ചാർസിയാണ് AK വിട്ട് ബാദ്ഷയുടെ കില്ലെടുത്തേക്കുന്നത്. ബാദ്ഷ അവിടെ തീരാണ്. ഡെസിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയിട്ടാണ്. ഡെസ് വേഴ്സസ് ടീം നമ്പർ 3 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വേഴ്സസ് ടീം നമ്പർ 3 ആയിരുന്നു. ബ്ലൈൻഡ് ആപ്പെക്സ് OP ടർബോങ് മങ്കാത്ത, അതുപോലെ തന്നെ എക്സ്റ്റൻ ഗ്യാസ്ലി അടങ്ങുന്ന ടീം വേഴ്സസ് ഡെസിൻ്റെ ആൻസി OP AK 968 MS അതുപോലെ തന്നെ എപ്പിക്കാണുള്ളത്. സോ ഡെസിൻ്റെ എപ്പിക്കിനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മേളി നമ്മുടെ ടവറിൻ്റെ മണ്ടയ്ക്കൊക്കെയാണ് നമ്മുടെ ആപ്പെക്സ് ടവറിൻ്റെ മണ്ടയ്ക്ക് നൈസായിട്ടൊരു ഇതെടുത്തിട്ടുണ്ട്. സോ DPSന് അവിടെ വീണ്ടും അടിക്കുന്നത്. DPS ബ്രദേഴ്സിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം TOG ഇവിടെ അടി കാണിക്കുന്നുണ്ട്. ബ്രദേഴ്സിന് അവനെ കുറേ നേരം നോക്കുന്നുണ്ട്, ഇവിടെ നിന്ന് കാണുന്നില്ല. സോ ബ്രദേഴ്സിൻ്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. TOG ഒരു പ്ലെയർ നോക്കായിട്ട് ഇടയ്ക്കാണ്. സോ ടീം നമ്പർ 20 പ്ലേയേഴ്സ് ആയിരുന്നു. സോ നമ്മൾ ഒരു സ്കൂളിൻ്റെ അവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രദേഴ്സിന് അവരോട് വീണ്ടും അടി കാണിക്കുന്നുണ്ട്. ബ്രദേഴ്സിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് പോയിട്ട് സോ എനിക്ക് തോന്നുന്നു ബ്രദേഴ്സിനാം ടീം തീർന്നിട്ടുണ്ട്. ബ്രദേഴ്സിനാമിനെ തീർത്തിട്ടുണ്ട് തോന്നുന്നു. സോ ഒപ്റ്റിക് ടീം അവിടെ നൈസായിട്ട് നിൽപ്പുണ്ട്. ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് വന്നേക്കുന്നത് ടീം നമ്പർ 15 ആണ്. ടീം നമ്പർ 15 SC6 ടീമാണെന്ന് തോന്നുന്നു. ടീം നമ്പർ 15 66 അതെ SC6 ടീമാണ്. സോ അവർക്ക് 4 പ്ലേയേഴ്സ് സെറ്റായിട്ട് ഇപ്പോൾ അവർ ഒന്ന് കയറി ടീം നമ്പർ 5ൻ്റെ അടുത്ത് പുഷ് ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 5 ആണെങ്കിൽ ഒരു പ്ലെയറേ ഉള്ളൂ. സ്പാർക്കിൾ മാത്രമായിട്ട് മാറുന്നുണ്ട്. സോ സ്പാർക്കിളും സൈക്കോ ഉണ്ട്. സൈക്കോ ഇവിടെ കാണിക്കുന്നില്ല. സ്പാർക്കിൾ മാത്രമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സോ ഒരു മോൾട്ടോ വന്ന് വീണു. മോൾട്ടോ റിസൾട്ട് ഉണ്ടാകുന്നില്ല. ഗ്രാൻഡ് വാരി എറിയുന്നുണ്ട്. സ്പാർക്കിളാണ് ഗ്രാൻഡ് വാരി എറിയുന്നത്. ഇതിനിടയ്ക്ക് ബ്ലൈൻഡ് ടർബോങ് ഡെസിന് ആൻസി OP നോക്കി ചെയ്യുന്നുണ്ട്. നോവലാണ് അടി തന്നിരിക്കുന്നത്. PFൻ്റെ കോഫിയെ ഗ്രാനൈറ്റ് സ്പാർക്കിൾ നോക്കി ചെയ്തിട്ടുണ്ട്. സോ ഒരു പ്ലെയറിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് അവിടുന്ന് ഗ്രാനൈറ്റുകൾ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 15 പ്ലേയേഴ്സാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. SC6 ടീമാണ്. സോ SC6ൻ്റെ 2 പ്ലേയേഴ്സിനാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതിനിടയ്ക്ക് TOGയുടെ റയാൻ ഇതിനിടയ്ക്ക് എവോസിനെ നോക്കി ചെയ്യുന്നുണ്ട്. സ്പാർക്കിൾ ആണെങ്കിൽ 1 HP നിൽക്കുന്നത്. സോ സ്പാർക്കിളിലേക്ക് പുഷ് വരാൻ സാധ്യതയുണ്ട്. സ്പാർക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്പാർക്കിൾ ഇവിടെ നിന്ന് നൈസായിട്ട് ഹെൽത്തൊക്കെ എടുത്ത് നൈസായിട്ട് നിൽക്കുകയാണ്. സോ മേളിൽ നിന്ന് അപ്പുറത്തുനിന്ന് അടി വരുന്നുണ്ട്. അപ്പുറത്തുനിന്ന് അടി വരുമ്പോൾ നൈസായിട്ട് കവർ എടുത്തിരിക്കുകയാണ്. അതേസമയത്ത് ഡെസിൻ്റെ 968നെ നോക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൈൻഡ് ആപ്പെക്സ് ആണ് നോക്കി ചെയ്യുന്നത്. സോ ഒരു പ്ലെയർ കവർ എടുത്തു. ആ പ്ലെയറിനെ അടിക്കാൻ നോക്കി. അതേസമയത്ത് തിരിച്ച് കയറി വന്നു SC6 നമ്മുടെ സ്പാർക്കിളിനെ നോക്കി ചെയ്തു. തിരിച്ച് കയറി വന്നിട്ട് SC6നെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. സോ ആ പ്ലെയർ ഇവിടെ അടുത്തെങ്കിലും ഇല്ല. അതേസമയം നമുക്ക് തിരിച്ച് ബോച്ചിങ്ങിലേക്ക് പോകണം. ടീം നമ്പർ 24 വേഴ്സസ് ടീം നമ്പർ 16 വേഴ്സസ് ടീം നമ്പർ 2 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൈൻഡ് മിക്സ് ആയിട്ടുള്ള ടീം വേഴ്സസ് TOG വേഴ്സസ് ബ്ലൈൻഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൈൻഡിനാണെങ്കിൽ എവോസ് ബ്ലൈൻഡിൻ്റെ ഹെൽത്ത് വളരെ കുറവാണ്. സോ അതേസമയത്ത് നമുക്ക് TOGക്ക് എത്ര പ്ലേയേഴ്സ് ഉണ്ടോ നോക്കിയിട്ടില്ല. TOGക്ക് 4 പ്ലേയേഴ്സിനുണ്ട്. സോ TOGയുടെ റയാൻ ഇവിടെ കിടന്നിട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. സൈക്കോ ബ്ലൈൻഡിനെയാണ് അടിക്കാൻ നോക്കിയത്, പക്ഷേ റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതേസമയത്ത് തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബ്രോക്കോഡിൻ്റെ 46 എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നോക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാനൈറ്റാണ് നോക്ക് ചെയ്തേക്കുന്നത്. സോ TOGയുടെ കിഡ് OP ബ്രോക്കോഡ് 46നെ തീർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒപ്റ്റിക്കിൻ്റെ ഫോക്സ് OP EMTയുടെ സാമിനെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്നിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റയാനാണ്. TOGയുടെ റയാനാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൈൻഡ് മുസ് നോക്കാണ്. സോ മുസ് ഉണ്ടായിരുന്ന ടീം എനിക്ക് തോന്നുന്നു ടീം നമ്പർ 24 തന്നെയാണ്. സോ മുസ് നോക്കാണ്. മുസിനെ റിവൈവ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. മുസിനെ റിവൈവ് ചെയ്യാൻ വന്നേക്കുന്നത് ഗ്രിസ്ലിയാണ്. ടീം നമ്പർ 2 ടീം നമ്പർ സൈക്കോ ആണ് ആക്ച്വലി. സോ ഇവിടൊരു സ്മോക്ക് വന്ന് വീണിട്ടുണ്ട്. സോ TOGയുടെ 2 പ്ലേയേഴ്സിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. 2 പ്ലേയേഴ്സിന് റൈറ്റ് സൈഡിൽ മാറിയിട്ടുണ്ട്. അതേസമയത്ത് മേളിൽ ബ്ലൈൻഡ് സ്യൂസ് കറങ്ങി കയറി ചെല്ലുന്നുണ്ട്. ടീം നമ്പർ 2 സ്യൂസ് ആണ് കയറി ചെല്ലുന്നത്. സോ സ്യൂസ് ഇവിടെ കയറിയിട്ടുണ്ട്. അതേസമയത്ത് നമുക്ക് TOGക്ക് പോകേണ്ടതായിട്ടുണ്ട്. TOGയുടെ റയാൻ ഇവിടെ നിൽക്കുകയാണ്. റയാൻ ഇവിടെ ടോമി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. റയാൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടിക്കാനുള്ള പാകത്തിലാണ് നിൽക്കുന്നത്. ഗ്രിസ്ലിയുടെ ആണെങ്കിൽ ഹെൽത്ത് വളരെ കുറവാണ്. ഗ്രിസിക്ക് ഹെൽത്ത് എടുക്കുന്നത്. അതുപോലെ കേരള FRക്കും ഹെൽത്ത് കുറവാണ്. പുള്ളി ഹെൽത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. സോൺ കയറി വരുന്നുണ്ട്. സോണിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എല്ലാ ടീമുകൾക്കും. നമുക്കിനിയുള്ളത് 13 ടീംസ് 47 പ്ലേയേഴ്സുമാണുള്ളത്. TOG ടീമാണെങ്കിൽ 2 ടീം കിൽസ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ നമ്മുടെ ടീം നമ്പർ 2 സ്മോക്ക് കേട്ട് നൈസായിട്ട് കയറാൻ നോക്കുന്നുണ്ട്. ടീം നമ്പർ 24 4 പ്ലേയേഴ്സ് റിവൈവിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ടീം നമ്പർ 2 സോണി കയറാനായിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഷോർട്ട് ഗൺ ഇട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. ഷോർട്ട് ഗൺ ഇട്ട് ബ്ലൈൻഡ് ടീമാണ് അടിക്കാൻ നോക്കുന്നത്. സോ ബ്ലൈൻഡ് വേഴ്സസ് TOG ആണ് ഇവിടെ അടിക്കാൻ സാധ്യത. പോച്ചിങ്ങിലാണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ അടികളൊന്നും കാണിക്കുന്നത്. ടീം നമ്പർ 20 എടുത്ത് അടിക്കാൻ കാണിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ടീം നമ്പർ 20 വേഴ്സസ് ടീം നമ്പർ 15 ആണ് നോക്സി. SC6 ടീമാണ് ആക്ച്വലി. സോ SC6 കുറച്ച് മാറിയായിട്ട് നിൽക്കുകയാണ്. SC6ൻ്റെ നോക്സിയെ കാണുന്നുണ്ട്. നോക്സിയെ അടിക്കുന്നില്ല. ഒപ്റ്റിക്കിൻ്റെ മെന്നാണ് കാർണൈൻ്റെ ഇട്ട് നോക്കുന്നത്. സോ പുള്ളി അടിക്കുന്നില്ല. പക്ഷേ സോ ഒപ്റ്റിക്കിൻ്റെ ഫോക്സിലേക്ക് നോക്കാം. ഫോക്സ് ഇവിടെ കിടന്ന് SLR ഇട്ട് അടിക്കുന്നുണ്ട്. സോ എന്തോ ഗ്ലിച്ച് കൊണ്ടാണ് നമുക്കിങ്ങനെ ഫിത്തി കാണുന്നത്. സോ അടികൾ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇവരുടെ ബിഷപ്പിനെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. SC6ൻ്റെ ബിഷപ്പിനെയാണ് ഇവിടെ നിന്നിട്ട് SLR ഇട്ട് അടിക്കാൻ നോക്കുന്നത്. സോ ബിഷപ്പ് അവിടെ ഉണ്ട്.
സോ വണ്ടി അടിച്ച് പൊട്ടിക്കാനുള്ള പ്ലാനാണ്. നിങ്ങൾ എന്തോ നല്ല സോണിക്കാരനാണെന്നുള്ള രീതിയിലാണ്. ടീം നമ്പർ 25 നമ്മുടെ പോച്ചിങ്ങിലാണ് അടിയാണെന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അടികൾ കാണിക്കുന്നുണ്ട്. ഇതുവരെ ആരെയും നഷ്ടപ്പെട്ടിട്ടുള്ള 3 ടീമിന് 4 പ്ലേയേഴ്സ് ആയിട്ട് നിൽപ്പുണ്ട്. അതേസമയത്ത് ബ്ലൈൻഡ് ടീമൊക്കെ സോണി കയറാനുള്ള പ്ലാനാണ് തോന്നുന്നു. വണ്ടി എടുത്ത് കറങ്ങി വന്നിട്ടുണ്ട്. സോ സൈക്കോ ആണ് വണ്ടി എടുത്ത് കറങ്ങി വന്നേക്കുന്നത്. അതേസമയത്ത് ടിയോജിയുടെ ഫിസേഗസ് കണ്ടിട്ടുണ്ട്. സോ പുള്ളി ഇവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. അതേസമയത്ത് വില്യംസ് എല്ലാം കയറി നിൽപ്പുണ്ട്. സോ ടിയോജി വേഴ്സസ് ബ്ലൈൻഡ് വേഴ്സസ് ടീം നമ്പർ 2 റാൻഡം മിക്സ്ഡ് ആയിട്ടുള്ള ടീമാണ്. റാൻഡം ടീമാണ് ആക്ച്വലി അത്. സോ കേരളിൻ്റെ ഹെപ്പാരോ കറങ്ങി കയറി വന്നിട്ടുണ്ട്. കേരളിൻ്റെ ഹെപ്പാരോ മേ ബി ആരിലും നോക്ക് ചെയ്യാൻ സാധ്യതകൾ കൂടുതലുണ്ട്. ഇപ്പോൾ സഡൻലി അടയാടുന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോച്ചിങ്കി ഏരിയയിലാണ്. പോച്ചിങ്കിയിൽ ടിയോജിക്ക് 4 പ്ലേയേഴ്സ് ഉണ്ട്. റയാൻ ഉണ്ട്, ഗ്രൂട്ട് ഉണ്ട്, ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ ഫെസേഗസ് ഉണ്ട്, അതുപോലെ തന്നെ ടീം നമ്പർ 24 ബ്ലൈൻഡ് വില്യംസ് ഉണ്ട്, അതുപോലെ തന്നെ എവോസ് ഉണ്ട്, ബ്ലൈൻഡ് മൂസ് ഉണ്ട്, ബ്ലൈൻഡ് സൈക്കോ ഉണ്ട്. അതേസമയത്ത് ടീം നമ്പർ 2 KW ഹെപ്പാരോ 1 HP തന്നെ നിൽക്കുകയാണ്. പുള്ളി ഹെൽത്ത് ഒന്നുമില്ല. ഒപ്റ്റിക്കിനോട് അടി കാണിക്കുന്നുണ്ട്. ഒപ്റ്റിക്കിനോടേക്ക് പോയിട്ട് ഒപ്റ്റിക് വേഴ്സസ് ടീം നമ്പർ 19 അടി വന്നിരിക്കുന്നത്. SS മിക്സ്ഡ് ആയിട്ടുള്ള ടീമാണ്. സോ ഇവിടെ കിടന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ഒപ്റ്റിക്കിൻ്റെ തോറിനെയാണ് നമ്മൾ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് SS അടുത്തേക്ക് പോകുമ്പോൾ SS ടീം നമ്പർ 19 സോ SS നൂബ് ഗെയിമറാണ് ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. 8 more subs to reach 100. പിന്നല്ല ബ്രോ, താങ്ക് യു ഫോർ സപ്പോർട്ട്. സോ ഒപ്റ്റിക് ടീം ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഒപ്റ്റിക് ടീം സൂളിൻ്റെ അവിടെ നിൽക്കുന്നത്. സോ ഇവിടുന്ന് കാറിന് SLR ഇട്ട് വീണ്ടും അടിക്കാൻ നോക്കി. ഒരാളെ നോക്കി ചെയ്ത് ഡീപ്പ് ഇട്ടിട്ടാണ്. നൂം ഗെയിമറിനെയാണ് നോക്കി ചെയ്തേക്കുന്നത്. തോറാണ് നോക്കി ചെയ്തേക്കുന്നത്. സോ ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. സോ ഇവിടെ കിടന്ന് വീണ്ടും SLR ഇട്ട് ഡോറൊക്കെ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. സോ SS ഒരു പ്ലെയറിനെ നോക്കായിരുന്നു. പുള്ളി റിവൈവ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. സോ ഒപ്റ്റിക്കിൻ്റെ മിസ്റ്റർ മെനോപ്പി ഹോപ്പ് 3 എന്ന് പറയുന്നൊരു പ്ലെയറിനെ ഹോപ്പ് 3 ഫിനിക് പ്ലെയറിനെ നോക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയെ റിവൈവ് ചെയ്യാൻ ടീമേറ്റ്സുകൾ ഇവിടെ അടുത്തുണ്ട്. സോ ഒപ്റ്റിക്കിന് 3 പ്ലേയേഴ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ടീം നമ്പർ 20 ആണ് ഒപ്റ്റിക് ടീം. സോ ഒപ്റ്റിക് വേഴ്സസ് SS ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒപ്റ്റിക്കിൻ്റെ ഒപ്റ്റിക് തോറാണ്. ഒപ്റ്റിക് തോർ കറങ്ങി കയറി വരുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നിൽപ്പുണ്ട് ST6 ടീം. അവർ റോസോക്കിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. സോ അവരവിടെ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇല്ല, അവരവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ST6 ടീമാണ്. ST6 2 പ്ലേയേഴ്സേ ഉള്ളൂ. സോ ഇവിടെ കിടന്നടിച്ചു. ട്രോൺ ഒപ്റ്റിക്കിൻ്റെ തോറിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. കാർ98 നോക്ക് ചെയ്തേക്കുന്നത്. സോ അതേസമയത്ത് ഇവിടെ തിരിച്ചു SS ഒരു പ്ലെയർ നോക്കായിട്ട് കിടക്കുകയാണ്. സോ SS വീണ്ടും നോക്കായിരിക്കുന്നത് ട്രോണാണ് നോക്കായിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹോപ്പ് 3 ഫിനിക്കിനെയാണ്. സോ പുള്ളി ഇവിടെ നിന്നിട്ട് ഒപ്റ്റിക്കിൻ്റെ മെന്നോപ്പിയൊക്കെ നോക്കുന്നുണ്ട്. പുള്ളി M4 with 6 പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സപ്രസർ കണ്ടു പുള്ളിയുടെ കയ്യിൽ. സോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വോൾവറൈൻ, അതുപോലെ തന്നെ നൂം ഗെയിമർ പുള്ളി ഇവിടെ നിൽപ്പുണ്ട്. സോ ഇവിടെ റിവൈവിങ് ആയിരുന്നു അറിഞ്ഞൂടാ. സോ ഫോക്സ് വൈറ്റ് ഇവിടെ റിവൈവിങ് ചെയ്യാനായിട്ട് സ്മോക്ക് ഒക്കെ ഇട്ട് പോകുന്നുണ്ട്. സോ ഫോക്സ് വൈറ്റിക്ക് ചാടാൻ പറ്റുമോ? സോ പുള്ളി അകത്ത് കയറി വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ സ്മോക്ക് ഒക്കെ ഇട്ടിട്ട് അവിടെ റിവൈവിങ് നടക്കുന്നുണ്ട്. സോ ഇവിടെ കിടന്ന് ഓപ്റ്റിക്കിനെ മെന്നോപ്പി അടിച്ചു. SS ഗാൽവിൻ ട്രോൺ എന്ന് പറഞ്ഞ പ്ലെയറിനെ വീണ്ടും നോക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ 3ാമത്തെ വട്ടമാണ് നോക്ക് ചെയ്ത് നിൽക്കുന്നത്. അതേസമയത്ത് മെന്നോപ്പി പുള്ളിക്ക് ഹെൽത്ത് വളരെ കുറവാണ്. മെന്നോപ്പിയിലേക്ക് ഒന്ന് പോയിട്ട് മെന്നോപ്പിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മെന്നോപ്പിയുടെ കയ്യിൽ 4 ഫസ്റ്റ് എയ്ഡും 10 ബാൻഡേജും അതുപോലെ തന്നെ 3 പെയിൻ കില്ലറും ഡ്രിങ്ക് 5 ഒക്കെ ഉണ്ട്. സോ അവർ സെറ്റാണ്. ഒപ്റ്റിക്കിൻ്റെ മെന്നോപ്പി അല്ലായിരുന്നു, അത് തോറായിരുന്നു. നമ്മൾ മെന്നോപ്പിയിലേക്ക് പോകുമ്പോൾ മെന്നോപ്പിൻ്റെ കയ്യിൽ ഒരു ഫസ്റ്റ് എയ്ഡ് 9 ബാൻഡേജും ഡ്രിങ്കും ഒക്കെ ഉണ്ട്. സോ അവരവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ടീം നമ്പർ 24 അവിടുത്തെ അടികൾ തീരുന്നില്ല. അതേസമയത്ത് ടീം നമ്പർ 18 അതുപോലെ തന്നെ ടീം നമ്പർ 24 അവിടെ ഉണ്ടായിരുന്ന ടീമുകൾക്ക് മൊത്തം സോണിക്കാരനായിട്ടുണ്ട്. ടീം നമ്പർ 15 സോണിക്കാരനായിട്ടുണ്ട്. ടീം നമ്പർ 25 LOB ടീമിന് സോണിക്കാരനും AC ടീമിന് സോണിക്കാരനും എക്സ്റ്റൻ ടീം. സോ ഡസ്റ്റിൻ്റെ അവിടെ ഒരു അടി നടക്കാൻ സാധ്യതയുണ്ട്. ബ്രിഡ്ജ് ബ്ലോക്ക് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ബ്രിഡ്ജ് ബ്ലോക്ക് ആണ് ഡസ്റ്റ് ടീം നൈസായിട്ട്. അൻസിയോപ്പി അവർക്ക് നഷ്ടമായിട്ടുണ്ട്. സോ അവർ നൈസായിട്ട് വെള്ളത്തിൽ കൂടെ ചാടിപ്പോവുകയാണ്. അതേസമയത്ത് ഓപ്പോസിറ്റുള്ള ടീം നമ്പർ 3 എക്സ്റ്റൻ ടീമാണ്. അതേസമയത്ത് ബാഗിൽ കൂടെ ടീം നമ്പർ 21 വരുന്നുണ്ട്. ടീം നമ്പർ 21 ആണെങ്കിൽ ഭഗത് അതുപോലെ തന്നെ സെപ്പർ എന്ന് പറയുന്ന 2 പ്ലെയർ. ടിയോജിയുടെ ഫിഷ് ബോസിൻ്റെ ബ്ലൈൻഡ് നോക്കി ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് നോക്കി ചെയ്തേക്കുന്നത്. ടിയോജി വേഴ്സസ് ബ്ലൈൻഡ് മാത്രമായിട്ട് പറഞ്ഞുണ്ട്. ടീം നമ്പർ 2 KW ഹെപ്പാർ ഒറ്റ പ്ലെയർ ഉണ്ട് പുള്ളി. അതേസമയത്ത് ബ്ലൈൻഡ് മുസ് വന്നിട്ട് ഇവിടെ നിന്ന് റിവൈവ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ബ്ലൈൻഡ് സൈക്കോസ് ടിയോജിയുടെ ഫിഷിനെ നോക്കി ചെയ്യുന്നുണ്ട്. സോ ടിയോജിയിലേക്ക് പോയിട്ടുണ്ട്. ടിയോജിയുടെ ഫിഷിനെ റിവൈവ് ചെയ്തെടുക്കുന്നില്ല. സോ കയറി വരുന്ന അടിക്കാൻ നോക്കുന്നുണ്ട്. സൈക്കോ ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ടിയോജിക്കാണെങ്കിൽ ഒരു പ്ലെയർ ഫിഷാണ് നോക്കായിട്ട് കിടക്കുന്നത്. ടിയോജിയുടെ റയാൻ ഇതിനിടയ്ക്ക് ബ്ലൈൻഡ് വില്യംസിനെ നോക്കി ചെയ്യുന്നുണ്ട്. സോ ടിയോജിക്ക് ഇനി 3 പ്ലേയേഴ്സ് ഉണ്ട്. സോ ഏവോസ് ബ്ലൈൻഡ് മൂസ് അതുപോലെ തന്നെ സൈക്കോ ഉണ്ടെന്ന് തോന്നുന്നു. സൈക്കോ മേളിലാണ്, 3 ബിൽഡിങ്ങിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ഏവോസിൻ്റെ റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ട്. സോ സൈക്കോ ബ്ലൈൻഡ് ഇവിടെ കളിച്ചു. റയാനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ടിയോജിക്ക് ഗ്രൂട്ടുമുണ്ട്, ഫിഷ് ആണെങ്കിൽ 1 HP നിൽക്കുന്നത്. ഫിഷിനെ തീർത്തിട്ടുണ്ട്. സൈക്കോ ആണ് തീർത്തേക്കുന്നത്. സോ ഇനി ഗ്രൂട്ടും ഫെസേഗസും മാത്രമായിട്ട് മാറുന്നുണ്ട്. സൈക്കോടെ 1 HP ആക്കിയിട്ടുണ്ട്. ഫെസേഗസിലേക്ക് ഒന്ന് പോയിട്ട് ഫെസേഗസ് ആണ് ഇവിടുന്ന് അടിച്ചിട്ടിരിക്കുന്നത്. സോ ഫെസേഗസിന് ഇവിടുന്ന് ബാക്കിൽ നിന്ന് അടി വരുന്നുണ്ട്. സോ ഇവിടുന്ന് ഫെസേഗസ് നോക്കാണ്. ഇനി റയാൻ മാത്രമായിട്ട് മാറുന്നുണ്ട്. റയാൻ അല്ല, ഗ്രൂട്ട് മാത്രമായിട്ട് മാറുന്നുണ്ട്. ഗ്രൂട്ടിലേക്ക് പോകുമ്പോൾ ഗ്രൂട്ട് ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. അതേസമയത്ത് ബ്ലൈൻഡ് ടീമിനാണെങ്കിൽ
രണ്ട് പ്ലേയേഴ്സ് ഉണ്ട്, സൈക്കോ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൈൻഡ് മുസ്സുണ്ട്. സോ സൈക്കോ കയറി വന്നിട്ട് ഫെസേഗസിൻ്റെയും കില്ലെടുത്തിട്ടുണ്ട്. മുസ്സും റയനും സൈക്കോയും മാത്രമായിട്ട് മാറുന്നുണ്ട് ബ്ലൈൻഡ് ടീമിന്. സോ TOG ടീം നല്ലൊരു കളിയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സൈക്കോ കയറി വരാൻ സാധ്യതയുണ്ട്. സൈക്കോയുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സൈക്കോ ഹെൽത്ത് എടുക്കുന്നുണ്ടോ? സൈക്കോയുടെ കയ്യിൽ 12 ബാൻഡേജ് മാത്രമാണ്, പിന്നെ ഡ്രിങ്ക് കൊണ്ട് പുള്ളി ഹെൽത്ത് എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. സോ നമുക്ക് തിരിച്ച് നമ്മുടെ ഗ്രൂട്ടിലേക്ക് പോകാം. TOGക്ക് റയൻ ഉണ്ടായിരുന്നു, റയൻ നോക്കാണെന്ന് തോന്നുന്നു, റയൻ നോക്കാണ്. സോ ഗ്രൂട്ടിലേക്ക് പോകാം. ഗ്രൂട്ട് ഇവിടെ കവർ എടുത്ത് നിൽക്കുകയാണ്. സോ അതേസമയത്ത് ഇവർക്ക് സോണി കയറാനായിട്ടുണ്ട്. ഇവർക്ക് ഏതാണ്ട് ഇനിയും 214 മീറ്റർ 21 സെക്കൻഡ് കൊണ്ട് സോണി കയറാനായിട്ടുണ്ട്. അവർ സോണി കയറും എന്ന് തോന്നുന്നുണ്ട്. വേറെ അടികളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ടീം നമ്പർ 20 ഒപ്റ്റിക് ടീം SS ടീമോടുള്ള അടികൾ ഇപ്പോഴും തീരുന്നില്ല എന്ന് തോന്നുന്നു. ടീം നമ്പർ 19 വേഴ്സസ് ടീം നമ്പർ 20 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇനി സോണി കയറാനായിട്ടുള്ള TAC ടീമിന് സോണി കയറാനായിട്ട് ഈസിൻ്റെ ഒരു പ്ലെയർ തീരുന്നുണ്ട്, മൊമോ ആണ് തീരുന്നത്. ഗ്രിസ്ലി OP അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന TOG ടീം ഇവർക്കെല്ലാം സോണി കയറാനായിട്ട്. ടെസ്റ്റ് ടീം വേഴ്സസ് അവിടെ ഒരു ബ്രിഡ്ജ് ബ്ലോക്കിൻ്റെ ഇവിടെ അടി കാണിക്കുന്നുണ്ട്. സോ ബ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് വെള്ളത്തിൽ കൂടെ കറങ്ങി കയറി വരികയാണ്. ഡസിൻ്റെ എപ്പിക്കിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് മേളിൽ നിൽക്കുകയാണ് നമ്മുടെ ബ്ലൈൻഡ് ടീം. ബ്ലൈൻഡ് ടർബോങ് ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻ ഗ്യാസ്ലി ആണുള്ളത്. LOBയുടെ ഗോഡിനിടയ്ക്ക് DPXൻ്റെ മാക്സ്മാനെ നോക്കിയുന്നുണ്ട്. LOBയുടെ ഫാസ്റ്റ് DPXൻ്റെ. സോ LOB അടുത്തേക്ക് നമുക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. LOB അടുത്തേക്ക് ടീം നമ്പർ 25 ആണ് LOB. സോ LOB അടുത്തേക്ക് പോയിട്ട് ഇവിടെ പെട്ടെന്ന് ഒരു അടികൾ കാണിക്കുന്നില്ല. LOB അടുത്തേക്ക് പോകുമ്പോൾ അതേസമയത്ത് ഇവിടുന്ന് അടിച്ചോ ഡസിൻ്റെ ഒരു പ്ലെയറിനെ കൂടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ LOB അടുത്തേക്ക് നമുക്ക് തിരിച്ച് പോയിട്ട് വരാം. LOB അടുത്തേക്ക് പോകുമ്പോൾ LOBക്കാണെങ്കിൽ ടീം നമ്പർ 25 വരുന്ന LOB തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ DPX ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി LOB തീർന്നിട്ടുണ്ട്. ഇനി DPX ടീം വേഴ്സസ് AS ടീമാണ് നടക്കാൻ സാധ്യത. TOGയുടെ ഗ്രൂട്ട് ഇതിനൊക്കെ സൈക്കോ ബ്ലൈൻഡ് നോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം എന്നുള്ള അവസ്ഥയാണ് നമുക്ക് പെട്ടെന്ന് അടിക്കാനുള്ള സാധ്യത. നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ട് വരാം. സോ TOGക്കാണെങ്കിൽ ഗ്രൂട്ട് മാത്രം. ബ്ലൈൻഡ് ടാർബോ ഇതിനൊക്കെ ഡസിൻ്റെ എപ്പിക്കിനെ തീർക്കുന്നുണ്ട്. TAC ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സൈക്കോന് ബ്രോ വെൽക്കം ദ സ്ട്രീം ബ്രോ. DAC ഉണ്ടോ നോക്കാം ഞാൻ. സോ TOGയുടെ ഗ്രൂട്ട് ഇവിടെ കിടന്നിട്ട് ബ്ലൈൻഡ് ടീമിനെ ഒറ്റയ്ക്ക് വൈപ്പ് ചെയ്തിട്ടാണ് പുള്ളി നിൽക്കുന്നത്. TAC അല്ലേ ബ്രോ നോക്കാൻ പറഞ്ഞത്? TAC ഞാൻ നോക്കാവേ. TAC ഉണ്ട് ബ്രോ, 4 പ്ലേസ് ഉണ്ട്. കൂപ്പറുണ്ട്, ഗോസ്റ്റ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ലെജൻഡ് ഉണ്ട്. 4 പ്ലേസ് ആയിട്ട് അടിക്കാണ്. സോ കേരളത്തിൻ്റെ ഹേപ്പാർ സോണിൽ വീണ് നോക്കാവുന്നുണ്ട്. അതേസമയത്ത് ഡസിൻ്റെ എക്സൻ ഗ്യാസ്ലി ഡസ് തീരുന്നില്ല. ആക്ച്വലി ഡസിൻ്റെ കയറി വന്നിട്ട് എക്സൻ ഗ്യാസ്ലിയും തീർന്നിട്ടുണ്ട്. സോ ബ്ലൈൻഡ് ടീമിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡസിൻ്റെ ടീമായിരുന്നു വൈപ്പ് ചെയ്തേക്കുന്നത്. സോ ഓപ്പോസിറ്റ് ആരും കാണിക്കുന്നില്ല, അതുകൊണ്ട് ഡസിൻ്റെ ടീമാണ്. സോ 2 പ്ലേയേഴ്സ് ആയിരുന്നുള്ള എക്സ്റ്റൻ ഗ്യാസ്ലി അതുപോലെ തന്നെ ബ്ലൈൻഡിൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും എക്സ്റ്റൻ നമ്മുടെ ഡസ് ടീം തീർത്തിട്ടുണ്ട്. ഡസിന് ഒരു പ്ലെയർ മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് ഹെൽത്ത് എടുക്കണം. അതുപോലെ തന്നെ സോണിക്കാരനായിട്ടുണ്ട്. എയ്സ് വേഴ്സസ് അവിടെ അടി നടക്കുന്നുണ്ട്. എയ്സിലേക്ക് പോകുമ്പോൾ എയ്സിനെ നിഞ്ചയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എയ്സിനാണെങ്കിൽ 3 പ്ലേയേഴ്സ് ഉണ്ട്. നിഞ്ച നോക്കായിട്ട് കിടക്കുകയാണ്. സെപ്പയർ ഇവിടെ കിടന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. DPXൻ്റെ പോയിസനാണ് അടിക്കാൻ നോക്കുന്നത്. പോയിസനെ കില്ലെടുത്തിട്ടുണ്ട്. സോ എന്നിട്ട് തന്നെ ടീമേറ്റിനെ റിവൈവ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൻ്റെ ഹെപ്പാരോ തീരുന്നുണ്ട്. സോ എയ്സിൻ്റെ പകത്ത് ഇവിടെ കിടന്നിട്ട് TACയുടെ ഒരു പ്ലെയറിനെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ TAC വേഴ്സസ് എയ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എയ്സിൻ്റെ ഭാഗത്ത് AWമിട്ടാണ് ഒരു പ്ലെയറിനെ നോക്ക് ചെയ്തേക്കുന്നത്. നോക്കായ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഗോസ്റ്റാണ് നോക്കായത്. സോ ഗോസ്റ്റിനെ ഇവിടെ റിവൈവ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഗോസ്റ്റിലേക്ക് ഒന്ന് പോകാം. ഗോസ്റ്റിൻ്റെ അടുത്തേക്ക് ആരാണ് വരുന്നത്? ഗോസ്റ്റിനെ ഇവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗോസ്റ്റിൻ്റെ റിവൈവിംഗ് ഇവിടെ ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് സോണി കയറാനായിട്ടുണ്ട്. അവർക്ക് ഇനിയും ഏതാണ്ട് 171 മീറ്ററോളം കയറാനായിട്ടുണ്ട്. 1 മിനിറ്റ് സമയമുണ്ട്. അതേസമയത്ത് ഭഗത് അവിടെ കിടന്ന് 7 ഷോട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. സ്മോക്ക് ഇട്ട് കവർ എടുത്താണ് നമ്മുടെ TAC ടീം സോണി കയറാൻ നോക്കുന്നത്. സോ TAC ടീം മല പിടിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇവിടുന്ന് ഗ്രാനേഡ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എയ്സിൻ്റെ ഭാഗത്ത് എയ്സിന് 3 ടീംസാണുള്ളത്. മാൽബ്രോ ചാസി ഹൂപ്പ് എന്ന് പറഞ്ഞൊരു പ്ലെയറെ നോക്കുന്നുണ്ട്. മാൽബ്രോയിലേക്ക് ഒന്ന് പോയിട്ട് മാൽബ്രോ അടുത്തേക്ക് പോകുമ്പോൾ മാൽബ്രോയ്ക്ക് ഇനിയുള്ളത് മാൽബ്രോയ്ക്ക് 3 പ്ലേയേഴ്സാണുള്ളത്. മാൽബ്രോയ്ക്ക് ചാർജ് അതുപോലെ അസാസിൻ അതുപോലെ തന്നെ ഹാഷ് ആണുള്ളത്. സോ നമ്മുടെ സ്കൂളിൻ്റെ ഏരിയയിലാണ് നടന്നത്. നമ്പർ 19 SS ടീമിൻ്റെ അടുത്തേക്കാണ്. ഇവരുടെ അടികൾ ഇപ്പോഴും തീരുന്നില്ല. ഓപ്റ്റിക് വേഴ്സസ് മാൽബ്രോ ടീമാണ് നടക്കുന്നത്. സോ മാൽബ്രോ SSൻ്റെ വോൾബ്രൈൻ്റെ അടുത്തോട്ട് ഗ്രാനേഡ് പോയി. ഗ്രാനേഡ് റിസൾട്ട് ഉണ്ടാക്കിയില്ല. രണ്ടാമതൊരു ഗ്രാനേഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാനേഡ് ആക്ച്വലി അത് സ്മോക്കാണ്. സോ മോൾട്ടോവ എടുത്ത് കുക്ക് ചെയ്തിട്ട് പുള്ളി ഇടാൻ നോക്കുന്നുണ്ട്. സോ മറൈൻ മേ ബി ഡൗൺ. സോ മോൾട്ടോവ് ഒന്ന് വീണു. മോൾട്ടോവ് റിസൾട്ട് ഉണ്ടാക്കി. പക്ഷേ മറൈൻ നോക്കാവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. മറൈൻ നോക്കായിട്ടില്ലെന്ന് തോന്നുന്നു. വോൾബ്രൈൻ നോക്കായിട്ടില്ലെന്ന് തോന്നുന്നു. വോൾബ്രൈൻ നോക്കായിട്ടില്ല. അതേസമയത്ത് നമുക്ക് ഇവിടെ ഉള്ളത് മാൽബ്രോയ്ക്ക് 3 പ്ലേയേഴ്സാണ് നിൽക്കുന്നത്. മാൽബ്രോയ്ക്ക് ചാർസി, അസാസിൻ അതുപോലെ തന്നെ ഹാഷ് ആണുള്ളത്. സോ അസാസിനോട് കവറെത്തിക്കുകയാണ്. അതുപോലെ തന്നെ ചാർസി ഇവിടെ വന്ന് ഇപ്പോൾ ടീം നമ്പർ 19 ആണെങ്കിൽ SSൻ്റെ ഗാൽവിൻ ടോർ ഉണ്ട്. അതുപോലെ തന്നെ വോൾബ്രൈൻ ഉണ്ട്. നൂം ഗേബറുണ്ട്. 3 പ്ലേയേഴ്സാണ് അവർക്കുള്ളത്. ഒപ്റ്റിക്കിനാണെങ്കിൽ ഒപ്റ്റിക്കിൻ്റെ ഫോക്സ് വൈറ്റി എക്സ്മെൻ OP അതുപോലെ തന്നെ ഒപ്റ്റിക്കിൻ്റെ തോറാണുള്ളത്. സോ അവർക്ക് സോണിക്കാരനായിട്ട് ടീം നമ്പർ 19 വേഴ്സസ് മാൽബ്രോ ടീം അടിയിറക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ നോക്കിയിരിക്കുന്നത് ഒപ്റ്റിക്കിൻ്റെ ഫോക്സിനെയാണ്.
ടീം നമ്പർ 18 വേഴ്സസ് ടീം നമ്പർ 19 വേഴ്സസ് ടീം നമ്പർ 20 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്കെല്ലാം സോണിക്കാരനായിട്ടുണ്ട്. സോണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ആക്ച്വലി ഇവരെല്ലാം സോണിൽ വിഷയമൊന്നും ഉണ്ടാവുന്നില്ല. അതേസമയത്ത് സോണി കയറാനുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോണിക്കാരനായിട്ട് TSC ടീമിൻ്റെ അടികൾ കാണിക്കുന്നുണ്ട്. TSC ടീം വണ്ടി എടുത്ത് പോവുകയാണ് തോന്നുന്നു. SLR ഫോക്സിൻ്റെ അടികൾ തീരുന്നില്ല. XLR ഫോക്സ് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തിരിച്ച് നമുക്ക് മാൽബ്രോ ടീമിലേക്ക് പോകാം. മാൽബ്രോയുടെ പൊസിഷനിങ് ഒക്കെ നോക്കാം. മാൽബ്രോ ഒപ്റ്റിക്കിനെ നോക്കിയിരിക്കുകയാണ്. മാൽബ്രോയുടെ ഹാഷാണ് ഒപ്റ്റിക്കിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇവിടെ തിരിച്ച് SS-നെ നോക്കിയിരിക്കുകയാണ്. സോ SS-ൻ്റെ ട്രോണിനെ കണ്ട് ട്രോണിനെ അടിക്കാൻ നോക്കി. ചാർജാണ് അടിക്കാൻ നോക്കിയത്. M4 ആണ് അടിക്കാൻ നോക്കിയത്. ഒപ്റ്റിക്കിനെ ഫോക്സ് വൈറ്റി SLR ഇട്ടിട്ട് മാൽബ്രോയുടെ ഹാഷിനെ നോക്കിയത്. ഫോക്സ് വൈറ്റി ഒരു രക്ഷയില്ലാതെ SLR ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മാൽബ്രോയുടെ പ്ലെയറിനെ റിവൈവ് ചെയ്തെടുക്കുന്നുണ്ട്. ചാർജാണ് റിവൈവ് ചെയ്തിരിക്കുന്നത്. ഹാഷിനാണ് റിവൈവ് ചെയ്തിരിക്കുന്നത്. സോ റിവൈവിങ് കഴിയും തോന്നുന്നു. അതേസമയത്ത് SS-ൻ്റെ ഒരു പ്ലെയർ വളരെ ഇവിടെ നിൽപ്പുണ്ട്. അതേസമയത്ത് ടീം നമ്പർ 50 SC6 ടീം 4 പ്ലേസ് സെറ്റായിട്ടുണ്ട്. അതായത് 3 പ്ലേസ് ആയിരുന്നു തോന്നുന്നു. അതെ, SC6 3 പ്ലേസാണ് അവരുള്ള. അവർ സോണിൽ കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ പക്ഷേ സോൺ മാറി വരുമ്പോൾ ഈ ടീമുകൾക്കെല്ലാം സോണിൽ കയറണം. ഏസിൻ്റെ പകുതിയിലേക്ക് TSC വീണ്ടും നോക്ക് ചെയ്യുന്നുണ്ട്. TSC ഏസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. നമുക്ക് തിരിച്ചങ്ങോട്ടൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. സോ TSC അവിടെ അടികൾ കാണിക്കൊണ്ടിരിക്കുമ്പോൾ SLR വീണ്ടും ഒപ്റ്റിക്കിനെ ഫോക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ TSC ലെജൻഡ് നോബിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലെജൻഡ് നോബ് കാറിനായിട്ട് ടീം നമ്പർ 21 അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലൈൻഡ് ടീം നമ്പർ 21 ഏസ് ടീമാണ്. ഏസിൻ്റെ പകുതുണ്ട്. അതുപോലെ തന്നെ സെപ്പറുണ്ട്, നിഞ്ചുണ്ട്. ഡെസിൻ്റെ AK ഗ്രിസ്ലോപ്പിയെ എൻ്റെ പൊന്നെ ഇത് നോക്ക് ചെയ്യുന്നുണ്ട്. സോ ടീം നമ്പർ 2 പ്ലേസ് ആയിരുന്നു. ഡെസിൻ്റെ AK ആണ് അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബിഷപ്പ് ST6 ബിഷപ്പ് ഏസിൻ്റെ പകുതിനെ നോക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ TSC ടീമിനെയാണ്. അടുത്ത മേളിൽ കിടന്നാണ് ഡെസിൻ്റെ AK നിൽക്കുന്നത്. ഏസ് മോമോ വെൽക്കം ടു സ്ട്രീം. കറണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അയ്യോ. സോ ബ്ലൈൻഡ് ടീം നമ്പർ 2 ബ്ലൈൻഡ് സിയൂസ് വന്നിട്ടാണ് തോന്നുന്നു. ഗ്രിസോ SC6-ൻ്റെ പോകുമ്പോൾ ഒരു പ്ലെയർ ഇവിടെ വന്നിപ്പോണ്ട്. സോ ബിഷപ്പിനെയാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പ് ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. താഴെയുള്ള ടീം നമ്പർ 21 ആണ്. ഏസിനാണ്. ഏസിനാണെങ്കിൽ പകരം മാത്രമായിട്ട് മാറുന്നുണ്ട്. മേളിൽ മടികൾ നടക്കുന്നുണ്ട്. സോ അല്ല, ഏസിനാണെങ്കിൽ നിഞ്ച കാര്യമാണ്. നിഞ്ച അടിച്ചു. ബിഷപ്പാണ് അടിച്ചത്. നിഞ്ചയെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും വാക്കിൽ നൈസായിട്ടിങ് എടുത്തിട്ടുണ്ട്. അതേ സമയത്ത് താഴെ നമ്മുടെ ഭഗത് ഇപ്പോണ്ട്. ഭഗത് നോക്കായിരുന്നോ? അല്ല, ഭഗത് അവിടെ തന്നെ റീമേറ്റ് സെപ്പറിനെ റിവൈവ് ചെയ്തിരിക്കുന്നുണ്ട്. അതേസമയത്ത് SS-ൻ്റെ ഗാൽവിൻ മാൽബ്രോ അസാസിനെ നോക്ക് ചെയ്യുന്നുണ്ട്. മാൽബ്രോ ഹാഷ് നോക്കാണ്. സോ SS ടീമോടെ മാൽബ്രോ ടീമിനെ വൈപ്പ് ചെയ്യാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്ക് സോണിക്കാരനായിട്ട് ഇവിടെ കിടന്നിട്ട് നൈസായിട്ട് അടിക്കുന്നുണ്ട്. നൈസായിട്ട് അടിച്ച് ആ ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, ST6 ഒരു പ്ലെയറോടുണ്ട്. ഡെഡ് ഷോട്ടാണുള്ളത്. സോ അവർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഡെഡ് ഷോട്ട് പുള്ളി വണ്ടി എടുത്ത് സോണി കയറിയിട്ടുണ്ട്. ഒരു പ്ലെയർ മാത്രമായിട്ടുണ്ടായിരുന്ന പുള്ളിയെ തീർത്തിട്ടുണ്ട്. അതേസമയത്ത് ഡെഡ് ഷോട്ട് സോണി കയറുന്നുണ്ട്. നമ്മുടെ ടീം നമ്പർ 20 ഇവിടെ ഒപ്റ്റിക് ടീമിൻ്റെ അടികൾ തീരുന്നില്ല. ഒപ്റ്റിക്കിൻ്റെ എക്സ്മെൻ നമ്മുടെ ബ്ലൈൻഡ് ടീമിനെ തീർക്കുന്നുണ്ട്. ബ്ലൈൻഡ് യൂസ് നോക്കാണ്. സോ SS ടീം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒപ്റ്റിക്കിൻ്റെ എക്സ്മെന്നെയാണ്. സോ അവർ സോണിൻ്റെ അകത്താണ് കിടക്കുന്നത്. മാൽബ്രോ ചാർജ് ചെയ്തിടയ്ക്ക് SS-ൻ്റെ ഗാൽവിനെ തീർക്കുന്നുണ്ട്. സോ ഒപ്റ്റിക്കിൻ്റെ ഫോക്സ് കയറി വന്നിട്ട് മാൽബ്രോ ചാർജ് SS-ൻ്റെ വോൾവിനെ തീർക്കുന്നു. TSC-യുടെ ബാറ്ററി നിനക്ക് ഡെസിൻ്റെ AK ഒറ്റ പ്ലെയർ ആയിരുന്നു. പുള്ളിയെ തീർത്തിട്ടുണ്ട്. മാൽബ്രോ അടിക്കുന്നത് ടീം നമ്പർ 18 അടി അടിക്കുന്നത്. സോ മാൽബ്രോയ്ക്ക് ചാർജ് നോക്കാണ്. അതുപോലെ അസാസിൻ മാത്രമായിട്ട് മാറുന്നുണ്ട്. കയറി വന്നടിക്കുന്നത് ഗ്രൂട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. TOGയുടെ ഗ്രൂട്ടാണ്. TOGക്ക് ഒറ്റ പ്ലെയറായിട്ട് ഒറ്റ പ്ലെയർ മാത്രമേ ഉള്ളായിരുന്നു. സോ ഹാർസിനെ ഇവിടെ നിന്ന് ഒരു സ്മോക്ക് ഒക്കെ റിവൈവ് ചെയ്യുന്നുണ്ട്. അസാസിനാണ് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഓപ്പോസിറ്റ് കയറി വന്നിരിക്കുന്നത് TOGയുടെ ഗ്രൂട്ടാണ്. ഗ്രൂട്ടർ ഗ്രനേഡ് വാരി എറിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പ്ലെയറോടെ കയറി ചെന്നിട്ടുണ്ട് റിവൈവിങ്ങിന് വേണ്ടി. അതേസമയത്ത് നമുക്ക് ഇനിയുള്ളത് 6 ടീമും 13 പ്ലേയേഴ്സുമാണ്. ഗ്രൂട്ട് പൊസിഷൻ മാറി സ്മോക്കൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് കയറുന്നുണ്ട്. ഗ്രൂട്ട് മാത്രമായിട്ട് മാറുന്നുണ്ട്. ഏസിന് പകുതി. അതുപോലെ തന്നെ സെപ്പെ 2 പ്ലേയേഴ്സ് ഉള്ളെന്ന് തോന്നുന്നു. അതെ, 2 പ്ലേയേഴ്സിനെ മാപ്പേ കാണിക്കുന്നുണ്ട്. 2 പ്ലേയേഴ്സ് ഉള്ളൂ. ഗ്രൂട്ട് ഇവിടെ കയറി അടിക്കുന്നുണ്ട്. ഗ്രൂട്ട് അസാസിനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗ്രൂട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഗ്രൂട്ട് കയറി വന്നടിച്ചോ. ഗ്രൂട്ട് ഒറ്റയ്ക്ക് 3 പ്ലേയേഴ്സിനാണ് ഗ്രൂട്ട് തീർത്തേക്കുന്നത്. സോ മാൽബ്രോ ടീമിനെ ഒറ്റയ്ക്ക് നമ്മുടെ TOGയുടെ ഗ്രൂട്ട് ഒരു രക്ഷയില്ലാത്ത കളിയാണ്. അവർക്ക് ടോട്ടൽ ടീം കിൽസ് 10 ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൂട്ടിന് മാത്രം 4 കിലുണ്ട്. ടാക്കിനടുത്ത് വീണ്ടും അടി അടിക്കുന്നുണ്ട്. TSC എടുത്താണ് അടി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ടാക്കിനടുത്ത് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ടാക്കിനാണെങ്കിൽ എക്സ്മെൻ ആക്ച്വലി ടാഗാണ് ഒപ്റ്റിക് ടീമിനാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോക്സിനെ അടിക്കുന്നുണ്ട്. കോപ്പറാണ് അടിക്കുന്നത്. മോനെ പൊട്ടിച്ച് ബാറ്ററിയാണ് വണ്ടി പൊട്ടിച്ച് ഫോക്സിനെ നോക്കിയത്. ഒറ്റ പ്ലെയറായിട്ട് മാറുന്നുണ്ട്. തോർ മാത്രമായിട്ടാണ്. എക്സ്മെൻ്റെ റിവൈവിങ് കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. ഒപ്റ്റിക്കിനെ തോർ മാത്രമായിട്ട് മാറുന്നുണ്ട്. തോർ കയറി പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ തോറിനെ അടിച്ചോ. പൊളിക്കളിയായിരുന്നു. സോ തോറിനെ തീർത്തിട്ടുണ്ട്. കൂപ്പറാണ് തീർത്തേക്കുന്നത്. സോ തോറിനെ തീർത്തിട്ടുണ്ട്. M4-നകത്ത് 2x ഇട്ട് പുള്ളി നൈസായിട്ട് തീർത്തിട്ടുണ്ട്. ST6-ൻ്റെ പ്ലെയർ TSCയുടെ ലെജൻഡിനെ നോക്കി ചെയ്യുന്നുണ്ട്. സോ ST6-ന് ഡെഡ് ഷോട്ട് മാത്രമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഏസിൻ്റെ പകത് AWൻ്റെ OP ഷോട്ടിൽ
പുള്ളിയും തീർന്നിട്ടുണ്ട്. നമുക്കിനിയുള്ളത് 3 ടീംസും 6 പ്ലേയേഴ്സുമാണുള്ളത്. ടിയോജിക്ക് ഗ്രൂട്ട് മാത്രം. ഗ്രൂട്ട് എയ്സിന് സെപ്പേറിനെ അടിക്കാൻ നോക്കി. മോനെ സെപ്പേർ അവിടെ വെച്ച് ഒട്ടുക്കത്തെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സെപ്പേർ തീർത്തിട്ടുണ്ട്. സോ ഇനി നമുക്കുള്ളത് എയ്സ് വേഴ്സസ് TAC ആണ്. എയ്സിന് 2 പ്ലേയേഴ്സാണുള്ളത്. ഭഗത് അതുപോലെ സെപ്പേറാണുള്ളത്. TACക്ക് ആണെങ്കിൽ ലെജൻഡ് സോണിക്കെട്ട് നോക്കായിട്ടുണ്ട്. അതേസമയത്ത് ബാറ്ററി അടിക്കാൻ നോക്കി. ബാറ്ററിക്ക് 1 HP ആക്കിയിട്ടുണ്ട്. സോ ബാറ്ററി വിൽ ബി ഡൗൺ മേ ബി ഓൺ ദിസ് ഗ്രാനേഡ്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. ഇല്ല, ഗ്രാൻഡ് റിസൾട്ട് ഉണ്ടാകുന്നില്ല. സോ വീണ്ടും നോക്കുന്നുണ്ട്. നമ്പർ 22 നോക്കിക്കൊണ്ടിരിക്കുന്നത്. റിവൈവ് ചെയ്യാനായിട്ട് പോയി, പക്ഷെ നടന്നില്ല. പുള്ളി തീർന്നിട്ടുണ്ട്. സോ 2 vs 2 സിറ്റുവേഷനാണ്. സെപ്പേർ അതുപോലെ തന്നെ ഭഗതാണ് എയ്സിനുള്ളത്. അതേസമയത്ത് TACക്ക് കൂപ്പറും ബാറ്ററിയുമാണുള്ളത്. സോ നമ്മുടെ ഇതിനകത്ത് LOBയുടെ ചിക്കൻ ഡിന്നർ ഏത് ടീം കൊണ്ടുപോകുന്നു നോക്കുന്നില്ല. കൂപ്പർ അവിടെ കിടന്നിരിക്കുന്നുണ്ട്. കൂപ്പർ എനിക്ക് തോന്നുന്നു എയ്സിന് സെപ്പേറിനെയാണ് കണ്ടത്. സെപ്പേറിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. റിസൾട്ട് ഉണ്ടാകുന്നില്ല. അതേസമയത്ത് നമ്മുടെ എയ്സിൻ്റെ ഭഗത് പുള്ളി 3 കില്ല് എടുത്തിരിക്കുകയാണ്. എയ്സിൻ്റെ സെപ്പേറിന് 7 കില്ലുണ്ട്. TAC കൂപ്പറിന് 2 കില്ലും ബാറ്ററിക്ക് 4 കില്ലുമാണുള്ളത്. ഓപ്പണിൽ കൂടെ കയറി കൂപ്പർ പോകാൻ നോക്കുന്നുണ്ട്. ഭഗത് അടിക്കാൻ സാധ്യതയുണ്ട്. ഭഗത് AW ഇട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. ഭഗതിൻ്റെ ഒരു OP ഷോട്ടുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഭഗത് കിടന്ന് M4 എടുത്തിട്ടുണ്ട്. സോ സെപ്പേർ മേലുള്ള കാര്യം ഭഗത് ഓർക്കുന്നില്ല. കവർ എടുത്ത് നിൽക്കുകയാണ് കൂപ്പർ. സോ അതേസമയത്ത് ബാറ്ററി ഇവിടെ കിടന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. സെപ്പേറും ഭഗതും എയ്സിന് നിൽക്കുന്നു. അതുപോലെ TACക്ക് ആണെങ്കിൽ കൂപ്പർ ഇവിടെ കിടന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. കൂപ്പർ ഭഗതിൻ്റെ അടുത്തേക്കാണ് നോക്കുന്നു. സോ ഭഗതിനെ കാണുന്നില്ല. പക്ഷേ അതേസമയത്ത് ബാറ്ററി DP ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. ബാറ്ററി ഒരു ഗ്രൈൻഡ് കുക്ക് ചെയ്ത് തരുന്നുണ്ട് ഭഗതിൻ്റെ അടുത്തേക്ക്. ഭഗത് കവർ എടുത്ത് പോവുകയാണ്. ഭഗത് റിസൾട്ട് ആകുന്നില്ല. അതേസമയത്ത് ഒരു 3x DPക്കകത്തിട്ട് ഭഗതിനെ അടിച്ചു. ഭഗതിനെ ഓൾമോസ്റ്റ് നോക്കാക്കി എന്ന് പറയാവുന്ന രീതിയിൽ 1 HP ബാറ്ററി ഹെൽത്ത് കുറച്ചിട്ടുണ്ട്. സോ എന്നിട്ട് ബാറ്ററി നൈസായിട്ട് സോണി കയറിയാണ്. അതേ സമയത്ത് ഭഗത് തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. ഭഗതിലേക്കൊന്ന് പോയിട്ട് വരാം. ഭഗത് ഇവിടെ നൈസായിട്ട് കിടന്നിട്ട് ഹെൽത്ത് എടുത്ത് നിൽക്കുകയാണ്. സോ ബാറ്ററി ഇവിടെ വന്ന് സൗണ്ട് ഭഗത് കേട്ടിട്ടുണ്ട്. ഭഗത് കയറി അടിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. 2 vs 2 സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. TAC vs എയ്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂപ്പർ അവിടെ അടിച്ചു. ഭഗതിനെ നോക്ക് ചെയ്തു. ഇനി ഒറ്റ പ്ലെയർ മാത്രം, സെപ്പയർ മാത്രമാണ് അവർക്ക് എയ്സിനുള്ളത്. സോ TACയുടെ ബാറ്ററി കയറി വന്നിട്ട് ഭഗതിനെ തീർത്തിട്ടുണ്ട്. കൂപ്പർ ബാറ്ററി ഒരു ടീമിൽ നിൽക്കുന്നു. സോ കൂപ്പർ കയറി അടിക്കാൻ നോക്കി. കൂപ്പറിനെ തിരിച്ചടിക്കാൻ നോക്കി സെപ്പേർ. ബാറ്ററി അവിടെ കിടന്നു. കൂപ്പറിനെ നോക്ക് ചെയ്തു. സോ നമുക്ക് ബാറ്ററിയിലേക്ക് പോകണം. ബാറ്ററി മേ ബി കണ്ടടിക്കാൻ സാധ്യതയുണ്ട്. സെപ്പേറിനെ ബാറ്ററി കണ്ടു. ബാറ്ററി അടിച്ചു. ബാറ്ററി തീർത്തിട്ടുണ്ട്. സോ ബാറ്ററിയാണ് നമ്മുടെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുന്നത്. TACയുടെ ചിക്കൻ ഡിന്നർ LOBയുടെ ചിക്കൻ ഡിന്നർ നമ്മുടെ TAC ടീമാണ് കൊണ്ടുപോയിരിക്കുന്നത്. TACയുടെ ബാറ്ററിയാണ് നമ്മുടെ MVP ആയിരിക്കുന്നത്. TACയുടെ ലെജൻഡ്, TACയുടെ ഗോസ്റ്റ്, അതുപോലെ തന്നെ കൂപ്പർ ബാറ്ററി അടങ്ങുന്ന ടീമാണ്. സോ അവർക്ക് ടോട്ടൽ ടീം കിൽസ് 10 ആണുള്ളത്. രണ്ടാമത്തെ നമ്മുടെ എയ്സ് ടീമാണ്. എയ്സിനാണെങ്കിൽ 4 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഭഗത്, നിഞ്ച, മൊമോ, അതുപോലെ തന്നെ സെഫേർ ആണുള്ളത്. സോ ഭഗതിന് 3 കില്ലുണ്ട്. അതുപോലെ നിഞ്ചയ്ക്ക് 3 കില്ലുണ്ട്. അതുപോലെ സെഫേറിന് 7 കില്ലുണ്ട്. സെഫേർ ഒടുക്കത്തെ കളിയായിരുന്നു. പുള്ളിക്ക് 7 കില്ല് എടുത്തിട്ടാണ് പുള്ളി നിൽക്കുന്നത്. മൂന്നാമത്തേക്ക് TOG ടീമാണ്. TOGയുടെ ഗ്രൂട്ടിന് 7 കില്ലുണ്ട്. അതുപോലെ ഗ്രൂട്ടിന് 7 കില്ലുണ്ട്. ഗ്രൂട്ടും നൈസ് കളിയായിരുന്നു. പുള്ളി OP ഷോട്ടൊക്കെയാണ്. മാൽബോടെ 3 പ്ലേയേഴ്സിനെയാണ് പുള്ളി ഒറ്റയ്ക്ക് കയറി ചെന്ന് തീർത്തിട്ടുണ്ടായിരുന്നത്. സോ TOGയുടെ റയാനുണ്ട്. പുള്ളിക്ക് 1 കില്ലുണ്ട്. ഫിസേഴ്സ് ഉണ്ട്. പുള്ളിക്ക് 1 കില്ലുണ്ട്. എയ്സ് ബോയ് എന്ന് പറയുന്നുണ്ട്. പിന്നല്ല, TOGയുടെ ഫിഷിന് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഇരിക്കുന്നത് ബ്രോ, നിങ്ങളെല്ലാം ലൈവ് കാണുന്നവരെല്ലാം ചാനൽ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻട്രി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നാലാമത്തേക്ക് ST6 ആണ്. ST6ൻ്റെ നോക്സിക്ക് 1 കില്ലുണ്ട്. ഡെഡ് ഷോട്ടിന് 0 കില്ലുണ്ട്. ബിഷപ്പിന് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ PF കോഫി എന്ന് പറഞ്ഞ പ്ലെയറിന് 0 കില്ലാണ്. അഞ്ചാമത്തേക്ക് ഒപ്റ്റിക് TOG മിക്സ്ഡ് ആയിട്ടുള്ള ടീമായിരുന്നു. സോ അവിടെ ഒപ്റ്റിക് മെനോപ്പിക്ക് 1 കില്ലുണ്ട്. കിസിറ്റോയ്ക്ക് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ ഫോക്സ് OPക്ക് 2 കില്ലുണ്ട്. ആറാമത്തേക്ക് മാൽബ്രോ ടീമാണ്. മാൽബ്രോയുടെ ചാർജ് 8 കില്ല് എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഒടുക്കത്തെ കളി, നൈസ് പ്ലേ. സോ ഏഴാമത്തേക്ക് SS മിക്സ്ഡ് ആയിട്ടുള്ള ടീമായിരുന്നു. സോ SSൻ്റെ വോൾബ്രൈന് 0 കില്ല്. സോ SSൻ്റെ ഗാൽവിൻ ട്രോൺ പുള്ളിക്ക് മാത്രം 1 കില്ലുണ്ട്. സോ എട്ടാമത്തേക്ക് KW ടീമാണ്. KWയിൽ ആർക്കും കില്ലൊന്നുമില്ല. ഒമ്പതാമത്തേക്ക് ഡസ്റ്റ് ടീമാണ്. ഡസ്റ്റിൻ്റെ AKക്ക് 2 കില്ലുണ്ട്. അതുപോലെ തന്നെ എപ്പിക്കിന് 2 കില്ലുണ്ട്. ബാക്കി 2 കില്ലൊന്നുമില്ല. പത്താമത്തേക്ക് DPX ടീമാണ്. DPXൻ്റെ മെഗാട്രോൺ പുള്ളിക്ക് 3 കില്ലുണ്ട്. നമ്മുടെ പോയിസിന് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ മാഡ്മാൻ 1 കില്ലുണ്ട്. മാക്സ് പെയിൻ പുള്ളിക്ക് 3 കില്ലുണ്ട്. 11ാമത്തേക്ക് ബ്ലൈൻഡ് UWF മിക്സ്ഡ് ആയിട്ടുള്ള ടീമായിരുന്നു. സോ മങ്കാത്ത UWF മങ്കാത്തയ്ക്ക് 1 കില്ലുണ്ട്. ബ്ലൈൻഡ് ആപ്പെക്സ് OPക്ക് 3 കില്ലുണ്ട്. ബ്ലൈൻഡ് ടർബോക്കിന് 3 കില്ലുണ്ട്. ബ്ലൈൻഡ് മൂസ് ടീം നമ്പർ 10 TPX UWF മിക്സ്ഡ് ആയിരുന്നു. സോ UWFൻ്റെ മങ്കാത്ത ടീമിലുണ്ടായിരുന്ന പുള്ളിക്ക് 1 കില്ലുണ്ട്. DPXൻ്റെ മാക്സ് പെയിന് 3 കില്ലാണുള്ളത്. ബാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീം നമ്പർ 11 എക്സ്റ്റൻ ബ്ലൈൻഡ് മിക്സ്ഡ് ആയിട്ടായിരുന്നത്. സോ എക്സ്റ്റൻ്റെ ഗ്യാസ് ലീഗ് 0 കില്ലാണ്. ബ്ലൈൻഡ് ആപ്പെക്സ് OPക്ക് 3 കില്ലും. ടർബോങ്ങിന് 3 കില്ലും. അതുപോലെ തന്നെ മുസ്സിന് 2 കില്ലുമാണ് ഉള്ളത്. സോ 12ാമത്തിരിക്കുന്ന ബ്ലൈൻഡ് ടീമാണ്. ബ്ലൈൻഡ് സൈക്കോ ടീം നമ്പർ 24 ഉള്ള ബ്ലൈൻഡ് ടീമായിരുന്നു. സൈക്കോയ്ക്ക് 3 കില്ലുണ്ട്. എവോസിന് കില്ലില്ല. അതുപോലെ തന്നെ വില്യംസിന് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ മുസ്സിന് 2 കില്ലുണ്ട്.
13-ാമത്തിരിക്കുന്ന എൽ ഒ ബി ടീമാണ്. എൽ ഒ ബിയുടെ ഫ്ലാഷിന് 2 കില്ലുണ്ട്, ബാക്കി ആർക്കും കില്ലൊന്നുമില്ല. 14-ാമത്തിരിക്കുന്നത് ST6 ടീമാണ്. ST6-നുണ്ടായിരുന്ന DY റയോട്ട് 2 കില്ലുണ്ട്. അതുപോലെ തന്നെ EMT സാം 7 കില്ല് എടുത്തിട്ടുണ്ട്. 15-ാമത്തിരിക്കുന്നത് നമ്മുടെ മിക്സ്ഡ് ആയിട്ടുള്ള ടീമായിരുന്നു. ST സൈക്കോ ആർക്കും കില്ലൊന്നുമില്ല. അതിലുണ്ടായിരുന്ന സ്പാർക്കിൾ മാത്രം 1 കില്ലുണ്ട്. 16-ാമത്തേക്കും ബ്രദേഴ്സിനാം ടീമാണ്. ബെറുട്ടോയ്ക്ക് മാത്രം 1 കില്ലുണ്ട്. ബെറുട്ടോയ്ക്ക് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ കാസയ്ക്ക് 3 കില്ലുണ്ട്. 17-ാമത്തേക്കും നെക്സസ് ടീമാണ്. നെക്സസിൻ്റെ ബീസ്റ്റെക്സിന് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ 18-ാമത്തേക്കും DY ടീമാണ്. DYയിൽ ആർക്കും കില്ലൊന്നുമില്ല. 19-ാമത്തേക്കും H4S ടീമാണ്. H4Sൽ BKX മാഡിന് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ 20-ാമത്തിരിക്കുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള ടീമാണ്. അവർക്ക് കില്ലൊന്നുമില്ല. 21-ാമത്തിരിക്കുന്നത് എവോ മിക്സ്ഡ് ആയിട്ടുള്ള ടീമാണ്. അവർക്ക് ഷോൺ വൈറ്റിക്ക് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ ആക്ച്വലി എവോ ടീമാണെന്ന് തോന്നുന്നു. സോ അവർക്ക് എവോയ്ക്ക് ഷോൺ വൈറ്റിക്ക് 1 കില്ലുണ്ട്. 22-ാമത്തിരിക്കുന്ന LOB മിക്സ്ഡ് ആയിട്ടുള്ള ടീമായിരുന്നു. KW വൂൾഫൊക്കെ ഉണ്ട്. സോ മിക്സ്ഡ് ആയിട്ടുള്ള ടീമാണെന്ന് തോന്നുന്നു. സോ അവർക്ക് കില്ലൊന്നുമില്ല. 23-ാമത്തിരിക്കുന്ന സിൻ ടീമാണ്. സിന്നും കില്ലൊന്നുമില്ല. അതുപോലെ 24-ാമത്തിരിക്കുന്ന ബ്രദേഴ്സിലെ മിക്സ്ഡ് ആയിട്ടുള്ള ടീമായിരുന്നു. സോ അവർക്കും കില്ലൊന്നുമില്ല. അതേസമയത്ത് 25-ാമത്തിരിക്കുന്ന KWH ടീമാണ്. KWHൻ്റെ വില്ലിക്ക് മാത്രം 2 കില്ലുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ MVP ആയിരിക്കുന്ന നമ്മുടെ 8 കില്ല് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു മാൽബ്രോ ആയിരുന്നു. സോ മാൽബ്രോയുടെ ഒരു പ്ലെയർ ആയിരുന്നു 8 കില്ല് എടുത്തിട്ട് നമ്മുടെ ഇന്ന് MVP ആയിരിക്കുന്നത്. മാൽബ്രോയുടെ ചാർസിയാണ് ഇന്നത്തെ MVP ആയിരിക്കുന്നത്. ചിക്കൻ ഡിന്നർ കൊണ്ടുവരിക്കുന്നത് TSC ടീമാണ്. TSCയുടെ ലെജൻ NB, അതുപോലെ ഗോസ്റ്റ് കൂപ്പർ NB, അതുപോലെ തന്നെ ബാറ്ററി NB അടങ്ങുന്ന നമ്മുടെ TSC ടീമാണ് ഇന്നത്തെ നമ്മുടെ LOBയുടെ ചിക്കൻ ഡിന്നർ കൊണ്ടുവരിക്കുന്നത്. ടോട്ടൽ ടീം 10 ആണുള്ളൂ. സോ ദിസ് ഈസ് സിബിൻ സൈനിങ് ഓഫ് ഫ്രം LOB കസ്റ്റം റൂം മാച്ച്. നമുക്ക് നാളെ നമ്മുടെ വാർഗോഡിൻ്റെ റെഡിൻ്റെ റൂമിൽ കാണാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.